ചാലക്കുടി കനകമല കിഴക്കേ മുക്കുമലയിൽ തീപിടുത്തം. ഉച്ചയോടെ സമീപത്തെ പാടശേഖരത്തിൽ നിന്നും ആരംഭിച്ച തീ മലയിലേക്ക് ആളിപ്പടരുകയായിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ആന്റണി ഉണ്ട്. അനീഷ്, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? എന്തൊക്കെയാണ് വാർത്തയുടെ വിവരങ്ങൾ? 3:30 ഈ തീപിടുത്തം ആരംഭിച്ചത്. ചാലക്കുടി കനകമല കാറ്റില്ലാപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. മലയിലാണ്, ഒരു വലിയ മലയ്ക്ക് സമീപമാണ് ഈ തീപിടുത്തം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സമീപത്തെ പാടശേഖരത്തിൽ നിന്ന് ആണ് തീ പിടിച്ചത്. പിന്നീട് ആ തീ ഈ മലയിലേക്ക് ആളിപ്പടരുകയായിരുന്നു. കുറ്റിക്കാട്, പുല്ല് ഉൾപ്പെടെ ഉള്ള ഒരു പ്രദേശമാണ് ഈ മല. ഇവിടെയാണ് ഇപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. 3:30 ആരംഭിച്ച തീ ഇപ്പോൾ 4 മണിക്കൂറോളം പിന്നിട്ടിട്ടും അണയ്ക്കാനായിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഇപ്പോൾ നടക്കുന്നത്. തീ അണയ്ക്കുന്നതിന് വനം വകുപ്പും അതുപോലെ ചാലക്കുടി ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 30 പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഈ മേഖലയിൽ തീ കെടുത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സിവിൽ ഡിഫൻസുകാരുണ്ട്, അതുപോലെ ഫയർഫോഴ്സിന്റെ അംഗങ്ങളുണ്ട്, അതുപോലെ ഫോറസ്റ്റ് വിഭാഗത്തിലെ ആളുകളുണ്ട്. ഇവരെല്ലാവരും ചേർന്ന ഒരു വലിയ സംഘം തന്നെയാണ് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം നടക്കുന്നതിന് 4 കിലോമീറ്റർ ഇപ്പുറം വരെ മാത്രമേ വലിയ ഫയർഫോഴ്സിന്റെ വാഹനം എത്തുകയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ഈ വാഹനത്തിന് സഞ്ചാരയോഗ്യമല്ല. അതുകൊണ്ട് തന്നെ ചാലക്കുടി ഫയർ സ്റ്റേഷനുള്ള വലിയ വാഹനം ഇപ്പോഴും ഈ 4 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് കെടുക്കുകയാണ്. തുടർന്ന് ഇവിടെ നിന്നും ഈ വണ്ടിയിൽ വന്ന ആളുകൾ നടന്ന് പോയിട്ടാണ് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. ഒരു ചെറിയ ഫയർഫോഴ്സിന്റെ വാഹനം മാത്രമാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നും വരുന്ന ഒരു ചെറിയ പൈപ്പിലൂടെയാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്. മാത്രമല്ല, വലിയ മരത്തിന്റെ ചില്ലകൾ, കൊമ്പുകൾ ഉൾപ്പെടെ തൂപ്പുകൊണ്ട് അടിച്ച് തീ കെടുത്താനുള്ള ശ്രമവും നടക്കുകയാണ്. തൊട്ട് അടുത്ത് സമീപത്തായി തന്നെ വലിയ വനപ്രദേശമുണ്ട്, മരങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുണ്ട്. ഈ വനത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തീപിടുത്തം നടക്കുന്നതിന് കുറച്ചപ്പുറം മാറി ഫയർ ബ്രേക്ക് സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു റോഡിന്റെ വീതിയിൽ ഏകദേശം ഈ തൂപ്പും പുല്ലുകളും വെട്ടിമാറ്റി ഒരു വഴി പോലെ വെട്ടിത്തെളിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഈ അതിരുവരെ തീ വന്ന് കത്തി അവിടെ കെടും എന്നൊരു നിഗമനമാണ് ഫയർഫോഴ്സിനുള്ളത്. ഈ തീ അതിനപ്പുറത്തേക്ക് പിടിക്കാതിരിക്കാനുള്ള സംവിധാനമാണ് ഫയർ ബ്രേക്ക് ആണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈകിട്ട് ഉച്ചതിരിഞ്ഞ് 3:30 ആരംഭിച്ച തീ ഇപ്പോൾ 4 മണിക്കൂറോളമായി തീപിടുത്തം തുടരുകയാണ്. വലിയ രീതിയിലുള്ള കാരണം വ്യക്തമായിട്ടുണ്ടോ? ഈ പാടശേഖരത്ത് നിന്ന് തുടങ്ങിയ തീയാണെന്ന് പറയുന്നു. ഇത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്? തീപിടുത്തത്തെ സംബന്ധിച്ചുള്ള ഒരു കാരണമൊന്നും വ്യക്തമല്ല. കാരണം നല്ല ചൂടുള്ള ഒരു അന്തരീക്ഷമാണ്, കാലാവസ്ഥയാണ്. എങ്ങനെയെങ്കിലും തീ പിടിച്ചതാകാം എന്നാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ പാടശേഖരത്തിൽ നിന്ന് ആരംഭിച്ച തീയാണ് സമീപത്തെ മലയിലേക്ക് പിടിച്ചതും ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതിനപ്പുറത്ത് വനപ്രദേശമാണ്. ഈ വനത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർ ബ്രേക്ക് സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇത് ഏകദേശം പൂർത്തിയാവാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തുന്നത്. ഇത് പൂർത്തിയായാൽ തീ അവിടെ വരെ കത്തി അവസാനിക്കും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ചാലക്കുടി ഫയർഫോഴ്സ് ഉള്ളത്. ദുഷ്കരമായ ഒരു പ്രദേശമാണ്. വലിയ വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഈ തീപിടുത്തം ഇത്രയും സമയം നീളാനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തീ കെടുത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ്, അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അവിടെ പരിശ്രമിക്കുന്നത്. നാട്ടുകാരും ഈ ശ്രമത്തിനൊപ്പം, ഇവരുടെ ഈ സംഘത്തിനൊപ്പം ചേർന്ന് തീ കെടുത്താനുള്ള പരിശ്രമത്തിലാണ്. തുളസി. ശരി അനീഷ്, ചാലക്കുടി കനകമല കിഴക്കേ മുക്കുമലയിലാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായത്. ഉച്ചയോടെ പാടശേഖരത്തിൽ നിന്നും ആരംഭിച്ച തീ ഇപ്പോൾ മലയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. സമീപത്ത് തന്നെ വനമേഖലയാണ്. വനമേഖലയിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. തീ അണയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.